ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മളിന്ന് 26ാമത്തെ ദിവസമാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇന്ന് എനിക്ക് അത്ര സുഖമില്ല കേട്ടോ, തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ, 50 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു ദിവസം പോലും വിടാതെ ക്ലാസ് തരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളും അത് കാത്തിരിക്കുകയാണല്ലോ. അപ്പം ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ നിന്നാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നും ക്ലാസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് വീണ്ടും റിവൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഓരോന്നും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ പറയുക കേട്ടോ. അപ്പം ഞാൻ റിവൈസ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ ആദ്യത്തെ ദിവസത്തല്ലേ, ഒന്നാമത്തെ നമ്മളുടെ ദിവസത്തത് കണ്ടു. ആദ്യത്തെ ദിവസം അത് കംപ്ലീറ്റ് ചെയ്യും, വായിക്കും, കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കേൾക്കും, അത് കേട്ടിട്ട് പിന്നെയും പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3ാമത്തെ ദിവസം അത് വീണ്ടും അതെടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന 3 ദിവസങ്ങൾ കഴിയുമ്പം ഓരോ വീഡിയോസും പിന്നെയും ഇങ്ങനെ എടുത്തെടുത്ത് കേൾക്കുകയാണ് ചെയ്യുക. അപ്പം ഞാനതൊന്നും മറന്നു പോവില്ല. അപ്പം നിങ്ങളെങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ഇത് ഉപകാരപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കാം. വൈദ്യുത കാന്തിക ഫലമാണ്, ഫിസിക്സാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. വൈദ്യുത കാന്തിക ഫലം, കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യവും ധ്രുവതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യവും ധ്രുവതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെ വൈദ്യുത പ്രവാഹം മൂലം ചുരുളുകൾ ചുറ്റും ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലമാണ്. ഒരു വൈദ്യുത കാന്തത്തിലെ ചാലക ചുരുളിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മൂലം ചുരുളുകൾക്ക് ചുറ്റും ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും രൂപപ്പെടുന്നത് കാന്തിക മണ്ഡലമാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും രൂപപ്പെടുന്നത് കാന്തിക മണ്ഡലമാണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ് നോക്കുന്നത്. 1777 1851 വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സംജാതപ്പെടുന്നു എന്ന് കണ്ടുപിടിച്ചത് ഈസ്റ്റഡ് ആണ്. അപ്പോൾ ഈസ്റ്റഡ് ആണ് വൈദ്യുത പ്രവാഹമുള്ള ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം സംജാതമാകുന്നു എന്ന് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഈസ്റ്റഡ് ആണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിനടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് 1820 കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. വൈദ്യുത കാന്തികത്വം കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. വൈദ്യുത കാന്തികത്വം കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഇന്നുപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികൾക്ക് തുടക്കമിട്ട ശാസ്ത്രജ്ഞനാണ്. ഇന്നുപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജിക്ക് തുടക്കമിട്ട ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ്. കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റ് ഈസ്റ്റഡ് എന്ന പേര് നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇപ്പോൾ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. ചുറ്റുകളുടെ എണ്ണം, വൈദ്യുത പ്രവാഹ തീവ്രത. ചുറ്റുകളുടെ എണ്ണവും വൈദ്യുത പ്രവാഹ തീവ്രതയുമാണ് കാന്തിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിൻ്റെ കറന്റ് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ചാലകത്തിൻ്റെ കറന്റ് വർദ്ധിക്കുമ്പോഴും കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. വലതു കൈ പെരുവിരൽ നിയമമാണ് അടുത്തത്. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വയ്ക്കത്തക്ക വിധത്തിൽ ചാലകത്തിൻ്റെ വലതു കൈ കൊണ്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ, തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക വിധത്തിൽ ചാലകത്തെ വലതു കൈ കൊണ്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും മറ്റു വിരലുകൾ. അപ്പം വലതുകൈ പെരുവിരൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെലാണ് വലതുകൈ പെരുവിരൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. വലംപിരി സ്ക്രൂ നിയമം എന്നറിയപ്പെടുന്നത് വലതുകൈ പെരുവിരൽ നിയമം തന്നെയാണ്.
വലംപിരി സ്ക്രൂ നിയമം എന്താണെന്ന് നോക്കാം. ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും. അപ്പം ഒരു വലംപിരി സ്ക്രൂ തിരിച്ച് മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായിട്ട് പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ ഏതാണ്? കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കും. ഇനി സോളിനോയിഡാണ്. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ് സോളിനോയിഡ്. വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകളാണ് സോളിനോയിഡ്സ്. അപ്പം വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കമ്പിച്ചുരുളുകളാണ് സോളിനോയിഡ്. ചെമ്പുകമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച സോളിനോയിഡിൽ പച്ചിരുമ്പുകൾ വെച്ച ശേഷം സോളിനോയിഡിൽ കൂടി സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ടാൽ അത് കാന്തമായി മാറും. ഇപ്പോൾ ചെമ്പുകമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച സോളിനോയിഡിനുള്ളിൽ പച്ചിരുമ്പുകൾ വെച്ച ശേഷം സോളിനോയിഡിൽ കൂടി സെല്ലിൽ നിന്നും വൈദ്യുതി കടത്തിവിട്ടാൽ അത് കാന്തമായിട്ട് മാറും. ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി സ്ഥിരമാണ്. ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി സ്ഥിരമാണ്. സോളിനോയിഡിൽ കാന്തശക്തി താൽക്കാലികമാണ്. എനിക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ട് കേട്ടോ, അപ്പം വായിക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ചാലകത്തിൻ്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. വൈദ്യുത പ്രവാഹ ദിശ, കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ചാലകത്തിൻ്റെ ചലനദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒരു കാന്തത്തിൻ്റെ സമീപം സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിച്ചാൽ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ചാലകത്തിൻ്റെ ദിശയും പരസ്പരം ലംബമായിരിക്കും. ഇനി വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായകമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമമാണ്. അപ്പം ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമമാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമം. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം നോക്കാം. ഇടതുകൈയുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമായാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലനദിശയായിരിക്കും. അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, നോക്കാം. മോട്ടോർ തത്വം. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാക്കുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. മോട്ടോർ തത്വം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത മോട്ടോർ, ഫാന്, മിക്സി. വൈദ്യുത മോട്ടോറിൻ്റെ ഭാഗങ്ങൾ കാന്തിക ധ്രുവങ്ങൾ, മോട്ടോർ തിരിയുന്ന അക്ഷം, ആർമേച്ചർ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ, സ്പ്ലിറ്റ് റിങ്ങുകൾ. സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായിട്ട് സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗമാണ് ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറയുന്നത് സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗമാണ് ആർമേച്ചർ. ഒരു പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുൾ ആർമേച്ചറാണ്. സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്ന മോട്ടോറിൻ്റെ ഭാഗമാണ് ആർമേച്ചർ. ഒരു പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പിച്ചുരുൾ ആർമേച്ചർ. മോട്ടോറിൻ്റെ ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. മോട്ടോറിൻ്റെ ഓരോ അർദ്ധഭ്രമണത്തിനു ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത്. സ്പ്ലിറ്റ് റിംഗ് അറിയപ്പെടുന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ അടിസ്ഥാന തത്വം മോട്ടോർ തത്വമാണ്. മോട്ടോർ തത്വം. ഇനി ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ആംപ്ലിഫയറാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിപ്പിക്കുന്നത് വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ ശബ്ദം പുനഃസൃഷ്ടിക്കുന്നത് ഡയഫ്രം ചലിക്കുമ്പോഴാണ്. ECRT ക്വസ്റ്റ്യൻ പോൾ നോക്കാം. ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പം അതിൽ തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇനി എന്താണ്? യു ആകൃതിയിലുള്ള കാന്തത്തിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം ചാലകം AB തൂക്കിയിട്ടിരിക്കുന്നു. ഇനി സർക്യൂട്ടിലെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ സംവിധാനത്തിന് എന്തു മാറ്റം കാണാൻ കഴിയും? ചാലകം ചലിക്കുന്നു.
ഇതിനുള്ള കാരണം വിശദമാക്കുക. കാന്തിക മണ്ഡലത്തിന് സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിന് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിൽ ബലം അനുഭവപ്പെടുന്നു. ഈ സംവിധാനം ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയുന്ന നിയമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫ്ലെമിങ്ങിൻ്റെ ഇടതു കൈ നിയമമാണ്. ഇനി ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സോളിനോയിഡിൻ്റെ എ എന്ന ഭാഗം അപ്രദക്ഷിണ ദിശയിലാണ് ചുറ്റിയെടുത്തതെങ്കിൽ ഇത് ഏത് ധ്രുവമായിരിക്കും? അപ്പം ആ ഒരു ചിത്രം നോക്കുക. അപ്പം ഉത്തര ധ്രുവമായിരിക്കും കേട്ടോ, ഉത്തര ധ്രുവമായിരിക്കും. സോളിനോയിഡിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ വിപരീതമാക്കിയ ശേഷം എ എന്ന അഗ്രത്തിലേക്ക് ഒരു ബാർ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം കൊണ്ടുവന്നാൽ ആകർഷിക്കുമോ? കാരണം വിശദമാക്കുക. വികർഷിക്കും. കാരണം വൈദ്യുത പ്രവാഹ ദിശ വിപരീതമാകുമ്പോൾ എ എന്ന അഗ്രം ദക്ഷിണ ധ്രുവമായിരിക്കും. അതുകൊണ്ട് തന്നെ ബാർ കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം ഇതിനടുത്ത് കൊണ്ടുവന്നാൽ വികർഷിക്കും. ഇനി നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ്. ലോഹസങ്കരങ്ങളുടെ ഉപയോഗം. ലോഹസങ്കരങ്ങളുടെ ഉപയോഗം സോൾഡറിംഗ് വയറ് സോൾഡർ, ക്രാങ്ക് ഷാഫ്റ്റ് നിക്കൽ സ്റ്റീല്, വിമാന ഭാഗങ്ങൾ ഡ്യൂറാലുമിൻ, വിമാന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഡ്യൂറാലുമിനാണ്. പെൻഡുലം ഇൻവാർ, പാത്രങ്ങൾ പ്രതിമകൾ ഓട്, തോക്കിൻ്റെ ബാരൽ ഗൺമെറ്റൽ, എൻജിൻ ഭാഗങ്ങൾ സിനുമിൻ, സ്പ്രിങ് ക്രോം സ്റ്റീലാണ് സ്പ്രിങ്. പാറ തുരുമ്പിക്കുന്ന ഡ്രില്ലിംഗ് ബീറ്റ്, റെയിൽ പാളങ്ങൾ, ചക്രങ്ങളുടെ അച്ചുതണ്ട്, രക്ഷാകവചങ്ങൾ മാംഗനീസ് സ്റ്റീല്. വെള്ളി നാണയം സ്റ്റെർലിംഗ് സിൽവർ, ട്രോളർ സ്റ്റീമർ എന്നിവയുടെ ആന്തരഭാഗങ്ങൾ മഗ്നീലിയം. മോട്ടോർ കാറുകളുടെ ആക്സിൽ ക്രോം വനേഡിയം സ്റ്റീല്. ഇനി നിറ്റിനോൾ എന്ന് പറയുന്നത് 55% നിക്കലും 45% ടൈറ്റാനിയവും അടങ്ങിയ ലോഹസങ്കരമാണ് നിറ്റിനോൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വസ്തു വളച്ച് രൂപം മാറ്റിയ ശേഷം ചൂടാക്കിയാൽ ആ വസ്തു തിരികെ പൂർവ്വ രൂപം പ്രാപിക്കുന്നതായിട്ട് കാണാം. ഈ പ്രത്യേകതയോട് കൂടിയ നിറ്റിനോൾ കണ്ണടയുടെ ഫ്രെയിം, ചില ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഹീറ്റിംഗ് ഫിലമെൻ്റായി ബൾബുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. ഹീറ്റിംഗ് ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോമാണ്. ലോഹസങ്കരം ചോദിച്ചാൽ അത് നിക്രോമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൽനിക്കോ. ലോഹ നിർമ്മാണം. ഒരു അയിരിൽ നിന്നും ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്നത് ലോഹനിഷ്കർഷണം. ലോഹനിഷ്കർഷണത്തിന് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ, ലോഹശുദ്ധീകരണം. അയിരുകളുടെ സാന്ദ്രണം. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളാണ് ഗ്യാങ്. അയിരിൽ നിന്നും ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ അയിരിൻ്റെ സാന്ദ്രണം. അയിരിൻ്റെ സാന്ദ്രണം. സാന്ദ്രണ രീതികൾ നോക്കാം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലീച്ചിങ്, ഇത്രയുമാണ്. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ നോക്കാം. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം എല്ലാം ഈ ഒരു രീതിയിലാണ്. ഇനി പ്ലവന പ്രക്രിയ. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണമാണ്. ഈ ഒരു പ്രക്രിയയിലൂടെ സൾഫൈഡ് അയിരുകളുടെ അപ്പം എന്താണ് അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് കേട്ടോ. ഇനി കാന്തിക വിഭജനമാണ്. അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യുന്ന മാർഗമാണ് മാഗ്നറ്റേറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിന്ന് സ്റ്റോണിൽ നിന്നും കാന്തിക അപദ്രവ്യത്തിന് അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് കാന്തിക വിഭജനം എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്തത് ലീച്ചിങ് ആണ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. അപ്പോൾ അനുയോജ്യമായിട്ടുള്ള ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു.
അരിച്ചു മാറ്റിയ ലായനിയിൽ നിന്നും രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലുമിനിയത്തിൻ്റെ അയിരിനെ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്, ലീച്ചിങ്ങിലൂടെയാണ്. അപ്പോൾ അയിരും സാന്ദ്രണ രീതിയും എന്നുള്ളൊരു ബോക്സ് ഉണ്ട്, അത് നോക്കാം. ടിൻ സ്റ്റോണ് കാന്തിക വിഭജനമാണ്. ടിൻ സ്റ്റോണ് കാന്തിക വിഭജനം. ബോക്സൈറ്റ് ലീച്ചിങ്. സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയ. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരിനാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? അത് ബോക്സൈറ്റിനാണ്. ഇനി സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാണ്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്ന 2 ഘട്ടങ്ങളാണ്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കിയ അയിരിനെ നിരോക്സീകരണം. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ. വായുവിലെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിലെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അവയിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. സാന്ദ്രീകരിച്ച അയിരുകളെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അയിരിലെ ജലാംശം ബാഷ്പമായി പുറത്തു പോകുന്നു. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നു. ഓക്സൈഡുകളായി മാറുന്നു. Cu2S അയിര് റോസ്റ്റിംഗ് വഴി Cu2O ആയി മാറുന്നു. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പം ഓൺലി 2ഉം 4ഉം ആണ് മാത്രം. ഇപ്പോൾ കാൽസിനേഷനും അതുപോലെ തന്നെ റോസ്റ്റിങ്ങുമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. അപ്പം അത് ഓർത്ത് വയ്ക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതായിട്ട് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ്. ഓക്സൈഡാക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ലോഹ സംയുക്തങ്ങളിൽ നിന്നും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് നിരോക്സീകരണം. രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് നിരോക്സീകരണമാണ്. ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ വേളയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതി, കാർബൺ മോണോക്സൈഡ്. അപ്പോൾ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹനിർമ്മാണ വേളയിൽ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത്. ക്രിയാശീലം താരതമ്യേന കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരികളാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. അടുത്തത് ലോഹശുദ്ധീകരണമാണ്. നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹത്തിൻ്റെ മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ ചില അലോഹങ്ങളും അപദ്രവ്യങ്ങളായി കാണാറുണ്ട്. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹശുദ്ധീകരണം. ലോഹശുദ്ധീകരണത്തിൻ്റെ വിവിധ മാർഗങ്ങൾ: ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഇപ്പം ഉരുക്കി വേർതിരിക്കൽ നോക്കാം. കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ അപദ്രവ്യമായി ഉയർന്ന് ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. അപ്പം ഇത്തരം ലോഹങ്ങൾ ഫർണസിൽ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യത്തിൽ നിന്നും വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വരുന്നു. ഈ പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. അടുത്തത് സ്വേദനമാണ്. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം. താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്ന രീതിയാണ് സ്വേദനം. അപദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് സ്വേദനം.
ഇനി അടുത്തതായിട്ട് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമാണ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിൽ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യമടങ്ങിയ ലോഹമാണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് ശുദ്ധലോഹമാണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണ പ്രക്രിയയിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കേണ്ട ലോഹത്തിൻ്റെ ലവണ ലായനിയാണ്. കോപ്പറിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ വൈദ്യുത വിശ്ലേഷണമാണ്. ആനോഡ് ശുദ്ധീകരിക്കേണ്ട കോപ്പർ, കാഥോഡ് ശുദ്ധ കോപ്പർ. ഇലക്ട്രോലൈറ്റ് H2SO4 ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം Cu gives Cu2++2 ഇലക്ട്രോൺ അല്ലേ. കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് Cu2++2 ഇലക്ട്രോൺ മൈനസ് Cu ആയിട്ട് മാറുന്നു. അപ്പം ഇനി അതിൻ്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇനി SCERT ക്വസ്റ്റ്യൻ ബുള്ളാണ്. അലുമിനിയം നിർമ്മാണത്തിലെ ഒരു ഘട്ടമാണ് ലീച്ചിങ്. അലുമിനിയം നിർമ്മാണത്തിലെ ഒരു ഘട്ടമാണ് ലീച്ചിങ്. അത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അയിരിൻ്റെ സാന്ദ്രണമാണ് അല്ലേ. അയിരിൻ്റെ സാന്ദ്രണമാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ലോഹ നിഷ്കർഷണത്തിലെ ഒരു ഘട്ടമല്ലാത്തത് ഏതെന്നാണ്? ലോഹ സങ്കരങ്ങളാക്കൽ, ലോഹ ശുദ്ധീകരണം, അയിരുകളുടെ സാന്ദ്രണം, ലോഹത്തെ വേർതിരിക്കൽ. ലോഹ സങ്കരങ്ങളാക്കലാണ് എന്ത്? ഒരു ഘട്ടം. ലോഹ നിഷ്കർഷണത്തിലെ ഒരു ഘട്ടമല്ലാത്തത്. ചില അലോയ് സ്റ്റീലുകളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. അൽനിക്കോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതുപോലെ തന്നെ നിക്രോം. ഇവയുടെ എല്ലാം പൊതു ഘടകങ്ങളായ ലോഹം ഏതെന്നാണ്? അയേൺ ആണ് അല്ലേ. ഇനി ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണെന്നാണ്? അത് നിക്രോമാണ്. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഏത് സ്റ്റീൽ ഉപയോഗിക്കുന്നു? അൽനിക്കോ ആണ് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏതെന്നാണ്? ഇരുമ്പിനെ കത്തികൊണ്ട് മുറിക്കാൻ കഴിയും. സോഡിയത്തെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. ലിഥിയം ഒരു മൃദുലോഹമാണ്. പൊട്ടാസ്യം കാഠിന്യം കൂടിയ ലോഹമാണ്. അതിൽ എന്താണ് ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്, അത് നോക്കുക. എന്നിട്ട് സോഡിയം ബ്ലേഡ് ഉപയോഗിച്ച് എളുപ്പം മുറിക്കാൻ കഴിയും അല്ലേ. സോഡിയത്തെയാണ് എന്ത് ചെയ്യുന്നത്? സോഡിയത്തെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മുറിക്കാൻ കഴിയും, അത് കറക്റ്റാണ്. ലിഥിയം ഒരു മൃദുലോഹമാണ്, അതും കറക്റ്റാണ്. അപ്പം ഇനി അടുത്തത് അലോഹ സംയുക്തങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ ജനിതക ശാസ്ത്രമാണ് ബയോളജിയിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ജനിതകശാസ്ത്രം. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പാരമ്പര്യം ഹെറിഡിറ്റി എന്ന് പറയുന്നു. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്നു. മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായി സന്താനങ്ങൾക്ക് പ്രകടമാകുന്ന സവിശേഷതയാണ് വ്യതിയാനങ്ങൾ, വേരിയേഷൻസ്. അപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനെയാണ്. എന്നാൽ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സന്താനങ്ങളിൽ പ്രകടമാകുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ഗ്രീഗർ ജൊഹാൻ മെൻഡൽ 1822-84. ജനിതകശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്രീഗർ ജൊഹാൻ മെൻഡലാണ്. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതും ഗ്രീഗർ ജൊഹാൻ മെൻഡലാണ്. ഇനി മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ നോക്കാം. മെൻഡൽ പഠനവിധേയമാക്കിയ സസ്യം തോട്ടപ്പയറാണ്. പൈസം സറ്റൈവം ആയിരുന്നു. മെൻഡൽ പഠനവിധേയമാക്കിയ തോട്ടപ്പയറിലെ സ്വഭാവങ്ങൾ ചെടിയുടെ ഉയരം, പൂവിൻ്റെ സ്ഥാനം, വിത്തിൻ്റെ ആകൃതി, വിത്തിൻ്റെ ആവരണത്തിൻ്റെ നിറം, ഫലത്തിൻ്റെ ആകൃതി, ഫലത്തിൻ്റെ നിറം എന്നിവയാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ ലോഹസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികൾ പ്രകടമാകുന്ന ഗുണമാണ് പ്രകടഗുണം. അപ്പം ഒന്നാം സന്തതിയിൽ പ്രകടമാകുന്ന ഗുണമാണ് പ്രകടഗുണം എന്ന് പറയുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളുള്ള വർഗ്ഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ മറഞ്ഞിരിക്കുന്ന ഗുണമാണ് ഗുപ്തഗുണം. മറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് ഗുപ്തഗുണം. ഒരു ജോഡി വിപരീത ഗുണത്തെ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന വർഗ്ഗസങ്കരണത്തെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പം ഒരു ജോഡിയാണെങ്കിൽ അത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. എന്നാൽ രണ്ട് സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വർഗ്ഗസങ്കരണത്തെ വിളിക്കുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ്. രണ്ട് സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങളാണെങ്കിൽ അത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. മെൻഡൽ ആദ്യ പരീക്ഷണത്തിൽ നിരീക്ഷണ വിധേയമാക്കിയ മാതൃസസ്യങ്ങളുടെ സ്വഭാവം ഉയരമായിരുന്നു. മെൻഡൽ രണ്ടാം ഘട്ട പരീക്ഷണത്തിൽ നിരീക്ഷണ വിധേയമാക്കിയ മാതൃസസ്യങ്ങളുടെ സ്വഭാവങ്ങൾ ഉയരവും വിത്തിൻ്റെ ആകൃതിയുമായിരുന്നു.
ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതെന്ന് മെൻഡൽ വിശദീകരിച്ചു. ഇപ്പോൾ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ടാണ് സന്താനങ്ങളിൽ വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതെന്ന് മെൻഡൽ വിശദീകരിച്ചു. മെൻഡൽ തൻ്റെ കണ്ടെത്തലുകൾ 1866 പ്രസിദ്ധീകരിച്ചു. മെൻഡലിനെ കൂടാതെ പാരമ്പര്യ സ്വഭാവങ്ങളുടെ പ്രേക്ഷണത്തെക്കുറിച്ച് സ്വതന്ത്രമായി സമാനമായ നിരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് കാൾ കോറൻസും എറിക് ഷെർമാനും ഹ്യൂഗോ ഡിവ്രീസ് എന്നിവർ. കാൾ കോറൻസ്, എറിക് ഷെർമാർക്ക്, ഹ്യൂഗോ ഡിവ്രീസ്. മെൻഡലിൻ്റെ അനുമാനങ്ങൾ നിയമങ്ങളായി പുനരാവിഷ്കരിച്ചത് 1900-ലാണ്. ഘടകങ്ങൾ എന്ന് മെൻഡൽ വിശേഷിപ്പിച്ച പാരമ്പര്യവാഹകരാണ് ജീനുകൾ. ഇനി മാതാപിതാക്കളിൽ നിന്നും സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങളാണ് ജീനുകൾ എന്ന് പറയുന്നത്. ലിംഗകോശങ്ങളിലെ ഘടകങ്ങൾ ജീനുകളാണ്. ജീൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. ജീൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. ജീൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ജൊഹാൻസൺ ജീന്. ഇനി ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങൾ അറിയപ്പെടുന്നത് അലീലുകൾ എന്നാണ്. ഒരു ജീനിലെ അലീലുകളുടെ എണ്ണം 2 ആണ്. ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിൻ്റെ വ്യത്യസ്ത അലീലുകളാണ് ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും. ഇപ്പോൾ ടി എന്നത് അക്ഷരം ഉയരം കൂടുതലിനെയും ടി എന്നത് അക്ഷരം ഉയരം കുറവിനെയും കാണിക്കുന്നു. പരീക്ഷണത്തിൽ നിന്നും ഗ്രീഗർ മെൻഡൽ രൂപീകരിച്ച അനുമാനങ്ങൾ നോക്കാം. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:1 ഇനി ജീനുകൾ ജീവൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നു. ജീനുകൾ കാണപ്പെടുന്നത് ക്രോമസോമുകളിലാണ്. ക്രോമസോമിൻ്റെ അടിസ്ഥാനത്തിലാണ് DNA-യിലെ പ്രവർത്തന ഘടകങ്ങളാണ് ജീനുകൾ. DNA-യുടെ ചുറ്റുകോവണി അഥവാ ഡബിൾ ഹെലിക്സ് മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് 1953. DNA-യുടെ ചുറ്റുകോവണി മാതൃകക്ക് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും 1962 നോബൽ സമ്മാനം ലഭിച്ചു. DNA-യുടെ തന്മാത്രാ ഘടന അനാവരണം ചെയ്യാൻ വാട്സണും ക്രിക്കിനും സഹായകമായ DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രം എടുത്ത ശാസ്ത്രജ്ഞനാണ് റോസ ലിൻഡ് ഫ്രാങ്ക്ലിൻ. ചുറ്റുകോവണി മാതൃക പ്രകാരം 2 ഇഴകൾ ചേർന്ന തന്മാത്രകളാണ് DNA-യുടെ നൊടിയ ഇഴകൾ അറിയപ്പെടുന്നത് തന്മാത്രകൾ പഞ്ചസാര, ഫോസ്ഫേറ്റ്. DNA-യിൽ കാണപ്പെടുന്ന മാംസ്യമാണ് ഹിസ്റ്റോൺ. DNA, RNA എന്നീ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഇനി DNA-യിൽ 4 തരം ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നു. ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിരിക്കുന്ന 3 ഘടകങ്ങളാണ് പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസ് എന്നിവ. DNA-യുടെ പടികൾ കാണപ്പെടുന്ന തന്മാത്രകളാണ് നൈട്രജൻ ബേസ്. DNA-യിൽ പടികൾ കാണപ്പെടുന്ന തന്മാത്ര നൈട്രജൻ ബേസ് ആണ്. DNA-യിൽ ഷുഗർ ഡിയോക്സി റൈബോസ് ആണ്. RNA-യിലെ ഷുഗർ റൈബോസ് ആണ്. നൈട്രജൻ അടങ്ങിയതും ക്ഷാരസ്വഭാവമുള്ളതുമായ തന്മാത്രയാണ് നൈട്രജൻ ബേസ്. DNA നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ. RNA-യിൽ നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗുവാനിൻ, യുറാസിൻ, സൈറ്റോസിൻ. RNA-യിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗുവാനിൻ, യുറാസിൻ, സൈറ്റോസിൻ. DNA-യിൽ അഡിനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് തൈമീനുമായിട്ടാണ്. അഡിനിൻ ജോഡി ചേരുന്നത് തൈമീനുമായിട്ടാണ്. DNA-യിൽ ഗുവാനിൻ എന്ന ബേസ് ജോഡി ചേരുന്നത് സൈറ്റോസിനുമായിട്ടാണ്. GC ആണ്. ഇനി DNA-യിലെ തൈമീനു പകരം RNA-യിലുള്ള നൈട്രജൻ ബേസാണ് യുറാസിൽ. DNA-യിലെ തൈമീനു പകരം RNA-യിലുള്ളത് യുറാസിലാണുള്ളത്. ഇനി RNA-യിലെ ഇഴകളുടെ എണ്ണം 1 ആണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത് ജീനുകളിലാണ്. DNA-യുടെ നിശ്ചിത ഭാഗങ്ങളാണ് ജീനുകൾ. DNA നേരിട്ട് പ്രോട്ടീൻ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നില്ല. DNA-യെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ RNA സഹായിക്കുന്നു. പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്ന DNA-യിലെ സന്ദേശം പകർത്തിയ RNA ആണ് mRNA, മെസ്സഞ്ചർ RNA. റൈബോസോമിൻ്റെ ഭാഗമായി കാണപ്പെടുന്ന RNA ആണ് rRNA, റൈബോസോമൽ RNA. ഇനി അമിനോ ആസിഡുകൾ റൈബോസോമിലേക്ക് എത്തിക്കുന്നത്
tRNA ആണ്, ട്രാൻസ്ഫർ RNA ആണ്. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46ആണ്. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46, സ്വരൂപ ക്രോമസോമുകൾ 44-ഉം ലിംഗ ക്രോമസോമുകൾ 2-ഉമാണ്. പുരുഷനിലെ ലിംഗ ക്രോമസോമുകൾ SY ആണെങ്കിൽ സ്ത്രീകളുടെ ക്രോമസോമുകൾ XX ആണ്. സ്ത്രീകളുടെ ജനിതക ഘടന 44 XX-ഉം പുരുഷൻ്റെ ജനിതക ഘടന 44 XY-യുമാണ്. ജനിക്കുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് പിതാവിൻ്റെ Y ക്രോമസോമാണ്. ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ജോഡി ചേർന്ന് ക്രോമസോമിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ പ്രവർത്തനമാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ. തൽഫലമായി ഒരു DNA-യുടെ ഭാഗം മുറിഞ്ഞ് മറ്റൊരു DNA-യുടെ ഭാഗമാകുന്നു. ഇത് DNA-യുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. ഈ ക്രോമസോമുകൾ അടുത്ത തലമുറയിലെ സന്താനങ്ങൾക്ക് ലഭിക്കുമ്പോൾ പുതിയ സ്വഭാവങ്ങൾ പ്രകടമാകുന്നതിന് കാരണമാകുന്നു. ഇനി ഉൾപരിവർത്തനം എന്താണെന്ന് നോക്കാം. ഉൾപരിവർത്തനം ജനിതക ഘടനയുള്ള പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്തതുമായ മാറ്റമാണ് ഉൾപരിവർത്തനം. ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്തതുമായ മാറ്റങ്ങളാണ് ഉൾപരിവർത്തനം. ഉൾപരിവർത്തനത്തിന് കാരണം DNA-യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ. DNA-യുടെ ഒരു ബേസ് ജോഡിയാകുന്ന മാറ്റം കാരണമുണ്ടാകുന്ന ഉൾപരിവർത്തനമാണ് ബിന്ദുതല ഉൾപരിവർത്തനം. ബിന്ദുതല ഉൾപരിവർത്തനം എന്ന് പറഞ്ഞാൽ DNA-യുടെ ഒരു ബേസ് ജോഡിയിൽ ഉണ്ടാകുന്ന മാറ്റം കാരണമുണ്ടാകുന്ന ഉൾപരിവർത്തനമാണ്. ഉൾപരിവർത്തനം മൂലം ബേസ് ജോഡികൾ നഷ്ടപ്പെടുന്നതോ അവയുടെ ക്രമീകരണത്തിൽ മാറ്റം വരുന്നതോ DNA-യുടെ ശ്രേണിയിൽ മാറ്റമുണ്ടാക്കുന്നു. ഇതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ജനിതക രോഗങ്ങൾ നോക്കാം. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങളാണ് ജനിതക രോഗങ്ങൾ. പ്രധാന ജനിതക രോഗങ്ങളാണ് ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ, മംഗോളിസം, ആൽബിനിസം, അർണാന്തത, ഹിങ്ടൺസ് രോഗം. ജനിതക വൈകല്യങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. മെൻഡലിയൻ വൈകല്യങ്ങൾ, ക്രോമസോം തലത്തിലുള്ള വൈകല്യങ്ങൾ. ഒരു ജീനിൽ വന്ന ഉൾപരിവർത്തനമോ വ്യതിയാനമോ ആണ് മെൻഡലിയൻ വൈകല്യങ്ങൾക്ക് കാരണം. ഹീമോഫിലിയ, സിസ്റ്റിലിക് ഫൈബ്രോസിസ്, അരിവാൾ രോഗം, വർണ്ണാന്തത, ഫിനൈൽ കീറ്റോനൂറിയ, തലാസീമിയ. ക്രോമസോമുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റമോ അല്ലെങ്കിൽ അവയുടെ ക്രമീകരണത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസമോ ആണ് ക്രോമസോം തലത്തിലുള്ള വൈകല്യങ്ങൾക്ക് കാരണമാകുന്നത്. ഡൗൺ സിൻഡ്രോം, എഡ്വാർഡ് സിൻഡ്രോം, ടർണേഴ്സ് സിൻഡ്രോം, ക്ലീൻഫിൽട്ടേഴ്സ് സിൻഡ്രോം. ക്രോമസോം തലത്തിലുള്ള വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്യൂപ്ലോയിഡ് കോശവിഭജന സമയത്ത് ക്രോമാറ്റിഡുകൾ വേർപിരിയാത്തത് കൊണ്ട് ക്രോമസോമുകളുടെ എണ്ണത്തിൽ കുറവോ കൂടുതലോ ഉണ്ടാകുന്ന അവസ്ഥയാണ് അന്യൂപ്ലോയിഡ്. കോശവിഭജന സമയത്ത് ക്രോമാറ്റിഡുകൾ വേർപിരിഞ്ഞതുകൊണ്ട് ക്രോമസോമുകളുടെ എണ്ണത്തിൽ കുറവോ കൂടുതലോ ഉണ്ടാകുന്ന അവസ്ഥ. പോളിപ്ലോയിഡ് കോശവിഭജനത്തിൻ്റെ അവസാന ഘട്ടമായ ടീലോഫേസിന് ശേഷം കോശദ്രവ്യം യഥാക്രമം വിഭജിക്കാതിരുന്നാൽ ജീവികളിൽ ക്രോമസോമുകളുടെ ആകെ എണ്ണം കൂടുന്ന അവസ്ഥയാണ്. കോശവിഭജന അവസാന ഘട്ടമായ ടീലോഫേസിന് ശേഷം കോശദ്രവ്യം യഥാക്രമം വിഭജിക്കാതിരുന്നാൽ ജീവികളുടെ ക്രോമസോമുകളുടെ ആകെ എണ്ണം കൂടുന്ന അവസ്ഥയാണ് പോളിപ്ലോയിഡ്. മനുഷ്യരുടെ 44 ക്രോമസോമുകളിൽ പകരം 45 ക്രോമസോമുകൾ കാണപ്പെടുന്ന രോഗമാണ് 21ാമത്തെ സ്വരൂപ ക്രോമസോമിൽ 1 കുറവ് വരുന്ന അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം, മംഗോളിസം. ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 47 ആയിരിക്കും. 18ാമത്തെ ക്രോമസോമിൽ 1 കൂടുതലുള്ള അവസ്ഥയാണ് എഡ്വാർഡ് സിൻഡ്രോം. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ ഒരു ക്രോമസോം കുറയുന്ന അവസ്ഥയാണ് ടർണേഴ്സ് സിൻഡ്രോം. സ്ത്രീകളിൽ ലിംഗ ക്രോമസോമുകളിൽ 1 കുറയുന്ന അവസ്ഥയാണ് ടർണേഴ്സ് സിൻഡ്രോം ഉള്ള ഒരാളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 45 ആണ്. ലിംഗ ക്രോമസോമുകളുടെ XS ഘടനയ്ക്ക് പകരം X0 എന്ന ഘടനയായിരിക്കും ഉണ്ടായിരിക്കുക. പുരുഷന്മാരിൽ ലിംഗ ക്രോമസോമുകളിൽ 1 കൂടുന്ന അവസ്ഥയാണ് ക്ലീൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ഉള്ള ഒരാളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 47 ആയിരിക്കും. ലിംഗ ക്രോമസോമുകളുടെ XY ഘടനയ്ക്ക് പകരം XSY എന്ന ഘടനയായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഹീമോഫീലിയ. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന X ക്രോമസോമിലെ ജീനിൽ വരുന്ന തകരാറുകൾ കാരണമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത്. വാഹകരായ രോഗമില്ലാത്ത
എന്നാൽ തകരാറുള്ള എക്സ് ക്രോമസോം കാണപ്പെടുന്ന സ്ത്രീകളിൽ നിന്നും ആൺമക്കളിലേക്ക് രോഗം പടരുന്നു. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയയാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഏപ്രിൽ 17. അരിവാൾ രോഗം മനുഷ്യനിൽ ക്രോമസോം നമ്പർ 11 ജീനിൻ്റെ തകരാർ കാരണമാകുന്ന ജനിതക രോഗമാണ് അരിവാൾ രോഗം. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ഗ്ലോബുലിൻ ചെയിനിൽ 6ാമത്തെ അമിനോ ആസിഡായ ഗ്ലൂട്ടാമിക് ആസിഡിലെ കോഡ് ചെയ്യുന്ന ബേസ് കോഡോണിൽ ബിന്ദുതല ഉത്പരിവർത്തനം സംഭവിച്ച് വാലിൻ എന്ന അമിനോ ആസിഡ് പകരം വയ്ക്കുന്നതാണ് ഈ രോഗത്തിന് കാരണം. അരുണ രക്താണുക്കളുടെ ആകൃതി അരിവാള് പോലെ ആയതിനാൽ ശരിയായ വിധത്തിലുള്ള ഓക്സിജൻ സംവഹനം നടക്കാത്ത രോഗമാണ് അരിവാൾ രോഗം. കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജനവിഭാഗം വയനാട്, പാലക്കാട് ജില്ലയിലെ ആദിവാസികൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ വാക്സിനേഷനിലൂടെ പ്രതിരോധ ശക്തി ആർജിക്കാൻ സാധിക്കാത്ത രോഗം ഏത് എന്നാണ്. അത് സിക്കിൾ സെൽ അനീമിയയാണ്. വർണ്ണാന്ധത കണ്ണിലെ ചുവന്ന അല്ലെങ്കിൽ പച്ച കോൺകോശങ്ങളുടെ തകരാറ് മൂലം പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത. എക്സ് ലിംഗ ക്രോമസോമിലെ ജീനുകൾക്കുണ്ടാകുന്ന ഉൽപരിവർത്തനമാണ് ഈ തകരാറിന് കാരണം. ഈ വൈകല്യത്തെ വാഹകരായ സ്ത്രീകൾ ജനിക്കുന്ന കുട്ടികൾക്ക് വർണ്ണാന്ധതയുണ്ടാകാനുള്ള സാധ്യത 50%. പെൺകുട്ടികൾക്ക് സാധാരണയായി വർണ്ണാന്ധത കാണപ്പെടുന്നില്ല. വർണ്ണാന്ധതയുടെ വാഹകരായ അമ്മയ്ക്കും വർണ്ണാന്ധതയുള്ള അച്ഛനും ജനിക്കുന്ന പെൺകുട്ടികൾക്ക് വർണ്ണാന്ധത വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയുമാണ് ബയോളജിയിൽ നിന്നും നമ്മൾ ഇന്ന് നോക്കുന്നത്. അടുത്തതായിട്ട് സാമ്പത്തിക ശാസ്ത്രമാണ് കേട്ടോ. എക്കണോമിക്സിലെ ബാങ്കുകളാണ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതിൽ സാമ്പത്തിക ശാസ്ത്രം തുടങ്ങുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ബാങ്കുകളാണ് നോക്കുന്നത്. അപ്പം ഇതുവരെ നമ്മൾ രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം, പിന്നെ അതുപോലെ തന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗവും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. INC ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ഭാഗം നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പുസ്തകം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകും. ഇനി വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ചിലപ്പോൾ 50 ദിവസത്തിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു ഇത് തീരുന്നതായിരിക്കും. ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് തീരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ഇനി നോക്കാം നമുക്ക് ബാങ്കുകളാണ്. ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്കനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്നതാണ്. അപ്പം പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തിരിക്കുന്നുണ്ട്. റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്കാണ്, RBI. RBI രൂപം കൊണ്ടത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഔദ്യോഗിക പേരെന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇന്ത്യയിൽ റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് 1935 ഏപ്രിൽ 1-നാണ്. റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ്. ഇനി റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കടുവയാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചാൽ എണ്ണപ്പനയാണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1. ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത്? ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949. RBIയിലെ ഇന്ത്യയുടെ ആദ്യ ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസാക്കിയ വർഷവും 1949. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രഥമ ആസ്ഥാനം കൊൽക്കത്തയാണ്. 1935 to 37 വരെ
ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്കാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കാണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇനി കറണ്ട് ഫാക്റ്റാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണർ ആരാണെന്നാണ്. അത് രഘുറാം രാജനാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022. RBIയുടെ കീഴിലെ പരിശീലന സ്ഥാപനങ്ങൾ നോക്കാം. RBI അക്കാദമി ആണെങ്കിൽ അത് മുംബൈയിലാണ്. RBI അക്കാദമി മുംബൈയിലാണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിനാണെങ്കിൽ അത് പൂനെയിലാണ്. RBI സ്റ്റാഫ് കോളേജും പൂനെയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൂനെയിലാണ്. എന്നാൽ RBI സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ് RBI സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. ഇനി ഇന്ത്യയുടെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 1995 നിലവിൽ വന്ന സംവിധാനമാണ് ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ. 2021 നവംബറിൽ RBIയുടെ കീഴിൽ നിലവിൽ വന്ന പുതിയ ഓംബുഡ്സ്മാൻ സ്കീമാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021. നിലവിലുള്ള ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ സ്കീമാണ് 2006 ഓംബുഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് 2018, ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് 2019 എന്നീ 3 സ്കീമുകൾ ലയിപ്പിച്ച് നിലവിൽ വന്ന ഏകീകൃത സിവിൽ സ്കീമാണിത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പണനയമാണ്. പണനയം സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണനയം സംബന്ധമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ബാങ്കാണ്. പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ RBIയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആക്ടാണ് RBI ആക്ട് 1934. പണനയം സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ RBIയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ആക്ടാണ് RBI ആക്ട് 1934. പണനയത്തിൻ്റെ പ്രഥമ ധർമ്മം സാമ്പത്തിക വളർച്ച അടിസ്ഥാനമാക്കി വില സ്ഥിരത നിലനിർത്തുക. പണനയ കമ്മിറ്റി പണനയ സംബന്ധമായ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റിയാണ് പണനയ കമ്മിറ്റി. പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വലിയ വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണമാണ് പണനയം എന്ന് പറയുന്നത്. പൊതു സാമ്പത്തിക നിയമത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലും കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണമാണ് പണനയം. പരിധിക്കപ്പുറം പണലഭ്യത ഉണ്ടായിരിക്കുകയോ പണത്തിൻ്റെ മൂല്യം സാധനങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുകയോ കുറഞ്ഞുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് നാണയപ്പെരുപ്പം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നാണയച്ചുരുക്കം. ഇന്ത്യയിൽ MPC സ്ഥാപിതമായത് ഏത് RBI ആക്ട് പ്രകാരമാണ്? 1934 സെഷൻ 45ZB പ്രകാരമാണ്. MPCയുടെ ചെയർപേഴ്സൺ RBI ഗവർണറാണ്. വർഷത്തിൽ 4 തവണ MPC സമ്മേളിക്കും. MPCയുടെ കോറം തികയാൻ 4 അംഗങ്ങളുടെ സാന്നിധ്യം വേണം. പണപ്രധാന നിയന്ത്രണങ്ങൾ. റിസർവ് ബാങ്ക് സമ്പദ്ഘടനയിലെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനായി 2 ഉപാധികൾ നടപ്പിലാക്കുന്നു. ഗുണപരമായ ഉപാധിയും അളവുപരമായ ഉപാധികളുമാണ്. ഗുണപരമായ ഉപാധിയിൽ പെടുന്നത് വാണിജ്യ ബാങ്കുകളുടെ വായ്പ പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നതിനുള്ള ധാർമ്മിക അനുനയവും മാർജിൻ റിക്വയർമെൻറ്റുമാണ്. അളവുപരമായ ഉപാധിയിൽ വരുന്നത് കരുതൽ ധനാനുഭാഗം. വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിയമാനുസൃതമായി റിസർവ് ബാങ്കിൽ കരുതൽ ധനമായി നിലനിർത്തുന്നതിനെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. വേരിയബിൾ റിസർവ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി റിപ്പോ റേറ്റ് ആണ്. റിപ്പോ റേറ്റ് ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഫണ്ടിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ബാങ്ക് നിരക്കിനേക്കാൾ താഴ്ന്നും റിവേഴ്സ് റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ ഉയർന്നും നിൽക്കുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തെ കേന്ദ്ര ബാങ്ക് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടം സ്വീകരിക്കുന്ന രീതിയാണിത്.
ഇനി തുറന്ന കമ്പോള നടപടികൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ തുറന്ന കമ്പോളത്തിന്റെ വിൽക്കുന്നതും വാങ്ങുന്നതുമാണ്. സർക്കാർ ബോണ്ടുകൾ വിൽക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ പണം RBIയിലേക്ക് വരികയും തിരികെ ബോണ്ടുകൾ വാങ്ങുമ്പോൾ പണം സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. വിപണിയുടെ സ്വഭാവം അനുസരിച്ചാണ് RBI ഇത് ചെയ്യുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് SLR. ബാങ്കുകൾ മൂലധനത്തിന്റെ ഒരു വിഭാഗം സർക്കാർ ബോണ്ടുകൾ, ഗോൾഡ് എന്ന രീതിയിൽ സൂക്ഷിക്കുന്നതിനെയാണ് SLR എന്ന് പറയുന്നത്. ബേസ് റേറ്റ്. വാണിജ്യ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന കുറഞ്ഞ പലിശ നിരക്കിനെയാണ് ബേസ് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ്. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്ന നിരക്കുകളുടെ മാറ്റം വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രധാനത്തെ സ്വാധീനിക്കുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് എന്നറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡുമാണ്. കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. 2021 മെയ്യിൽ പുനഃക്രമീകരിച്ചു. മുൻപ് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു. റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വർഷം ജനുവരി ഡിസംബറിൽ നിന്നും ജൂലൈ ജൂണിലേക്ക് മാറ്റിയ വർഷം 1940 ആണ്. 1969 അന്താരാഷ്ട്ര നാണയനിധി രൂപീകരിച്ച അന്താരാഷ്ട്ര റിസർവാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഇന്ത്യൻ രൂപയ്ക്ക് SDR ലഭിച്ചത് 1990-91 ഏഷ്യ പസഫിക് മേഖലയിൽ ആദ്യമായി ഇൻട്രസ്റ്റ് റേറ്റ് ഈസിംഗ് സൈക്കിൾ ആരംഭിച്ച സെൻട്രൽ ബാങ്കാണ് RBI. 2019 RBIയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ. RBI ആക്ട് 1934 രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാങ്കാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. ഇനി RBI ഗവർണർമാരാണ്. RBIയുടെ തലവൻ RBI ഗവർണറാണ്. RBIയുടെ ആദ്യ ഗവർണറാണ് സർ ഓസ്ബോൺ സ്മിത്ത് 1935-37. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് CD ദേശ്മുഖ് 1943-49. 1944 ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു ആണ്. ഏറ്റവും കുറച്ചുകാലം RBI ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷാണ്. 1985 ജനുവരി 15, 1985 ഫെബ്രുവരി 4. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലറാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഗവർണറാണ് ലക്ഷ്മികാന്ത് സാ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഗവർണറാണ് ലക്ഷ്മികാന്ത് സാ. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 1982 സെപ്റ്റംബർ 16 മുതൽ 1985 ജനുവരി 14 വരെയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടം. RBI ഗവർണറാകുന്ന ആദ്യ RBI ഉദ്യോഗസ്ഥനാണ് M. നരസിംഹം. RBI ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിതയാണ് KJ ഉദ്ദേശി. RBIയുടെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസാണ്. ശക്തികാന്ത ദാസാണ് RBIയുടെ നിലവിലെ ഗവർണർ. RBIയുടെ 25ാമത് ഗവർണറാണ് ശക്തികാന്ത ദാസ്. 24ാമത്തെ ഗവർണറാണ് ഊർജിത് പാട്ടൽ. 23ാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ. RBIയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് സുധാ ബാലകൃഷ്ണൻ. ഇന്റേണൽ മോണിറ്ററി ഫണ്ടിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ RBI ഗവർണറാണ് രഘുറാം രാജൻ. ദ തേർഡ് പില്ലർ, ഹൗ മാർക്കറ്റ്സ് ആൻഡ് ദ സ്റ്റേറ്റ് ലീവ് ദ കമ്മ്യൂണിറ്റി ബിഹൈൻഡ് ഐ ഡു വാട്ട് ഐ ഡു എന്നീ പുസ്തകങ്ങൾ രചിച്ചത് രഘുറാം രാജനാണ്. റിസർവ് ബാങ്കിൻ്റെ നിലവിലെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. അടുത്തതായിട്ട് ശ്രീനാരായണ ഗുരു ആണ് നമ്മൾ നോക്കുന്നത്. ശ്രീനാരായണ ഗുരു 1856 1928. 1856 ജനനം. 1928 സമാധി. അപ്പം 1856 ഓഗസ്റ്റ് 20 ജനിച്ചിട്ടുള്ളത്. ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്, തിരുവനന്തപുരം.
വീട്ടുപേര് വയൽവാരം വീട്. പിതാവ് മാടൻ ആശാനും മാതാവ് കുട്ടിയമ്മയുമാണ്. ബാല്യകാല നാമം നാരായണൻ. വിളിപ്പേര് നാണു. മഹാസമാധി 1928 സെപ്റ്റംബർ 20. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാരാണ് കൊച്ചു, കൊച്ചുമാത, കൊച്ചുദേവി. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗൃഹം ഇലഞ്ഞിക്കൽ വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിൻ്റെ തൈക്കാട് അയ്യ സ്വാമികൾക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. പരിഷ്കാരങ്ങൾ 1881 അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. ഓരോ ക്ഷേത്രങ്ങൾക്കൊപ്പം പള്ളിക്കൂടങ്ങളും വേണമെന്ന് ഉദ്ഘോഷിച്ചു. അയിത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ശിവഗിരി ആരംഭിച്ച നവോത്ഥാന നായകൻ അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിനു വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ 1905 കൊല്ലത്ത് കാർഷിക വ്യാവസായിക പ്രദർശനം സംഘടിപ്പിച്ചു. 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തി. പുളികൂടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങി ദുരാചാരങ്ങളെ ശ്രീനാരായണ ഗുരു എതിർത്ത സമ്മേളനം പരവൂർ സമ്മേളനം, കൊല്ലം. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾ ജോലി നൽകാൻ നിർദ്ദേശിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയ നവോത്ഥാന നായകനാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ശ്രമിച്ച നവോത്ഥാന നായകൻ. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി എന്നിവരുടെ പ്രശംസക്ക് പാത്രമായി. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകി. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏത്? മേൽമുണ്ട് കലാപമാണ്. ബാക്കി SNDPയും സർവമത സമ്മേളനവും അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായിട്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDPയെ കുറിച്ച് നോക്കാം. സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തിയും പദ്ധതിയും കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. ആസ്ഥാനം കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. കുമാരനാശാൻ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റായ വർഷം 1923. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. SNDP യോഗത്തിൽ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ. സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രചോദനമായത്. ഇയവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. ഇയവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ്? സ്വാമി വിവേകാനന്ദൻ. വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ്? സ്വാമി വിവേകാനന്ദൻ. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ ഏതാണെന്ന് ചോദിച്ചാൽ അത് M. ഗോവിന്ദനാണ്.
പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്കു വാങ്ങി പ്രസിദ്ധീകരിച്ചത് CR കേശവൻ വൈദ്യരാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമാണ്. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷി ആയിരുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷി ആയിരുന്ന വ്യക്തിയാണ് N. കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനൊപ്പം 1922 നവംബർ 22 ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. ദീനബന്ധു. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിക്കുന്ന സമയത്ത് 1925 മാർച്ച് 12 ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ് C. രാജഗോപാലാചാരി, EV രാമസ്വാമി നായ്ക്കർ, രാംദാസ് ഗാന്ധി, മഹാദേവ് ദേശായി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കിയത് AK ഗോവിന്ദദാസാണ്. AK ഗോവിന്ദദാസാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിന് വേദിയൊരുക്കിയത്. വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനമായിരുന്നു വേദി. വനജാക്ഷി മന്ദിരം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനമായിരുന്നു വേദി. ശ്രീനാരായണ ഗുരു തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസി രമണ മഹർഷിയാണ്. തിരുവണ്ണാമലയിൽ പോയി സന്ദർശിച്ച സന്യാസി ആരാണെന്ന് ചോദിച്ചാൽ അത് രമണ മഹർഷിയാണ്. ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഏക സന്ദർഭം ഇതാണ്. ഭൗതികമായ ഔന്നത്യമുള്ള മഹാത്മാവ് എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് രമണ മഹർഷിയാണ്. രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം ഗുരു രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. അടുത്തത് അദ്വൈതാശ്രമമാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. 1913 ശ്രീനാരായണ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ആലുവയിലാണ് സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറാണ്. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമത്തിൽ നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയ വർഷം 1916. അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദര സമ്മേളനം നടന്ന വർഷം 1921 മെയ് 15. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ T. സദാശിവൻ അയ്യർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ചെയ്യിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകി 1924. വിദേശ പര്യടനം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്കൻ സന്ദർശനം നടന്ന വർഷം 1918. ആദ്യ ശ്രീലങ്കൻ സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വര്യൻ സ്വാമി സത്യവ്രതൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനം നടന്ന വർഷം 1926. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയ യോഗം കണ്ടുമുട്ടിയത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891 കായിക്കര. ഡോക്ടർ പൽപുവിനെ കണ്ടുമുട്ടിയത് 1895 ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. 1895. അയ്യങ്കാളിനെ ആണെങ്കിൽ 1912 ബാലരാമപുരത്ത്. വാഗ്ഭടാനന്ദനെ 1914 ആലുവയിൽ വെച്ചിട്ടും രമണ മഹർഷിയെ 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ട്, ടാഗോറിനെ ആണെങ്കിൽ 1922 ശിവഗിരിയിൽ വെച്ചിട്ടും, ഗാന്ധിജീനെ 1925 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ഇനി ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം എന്നായിരുന്നു. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ചവർ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ, മൂലൂർ S. പത്മനാഭ പണിക്കർ എന്നിവരാണ്. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവിയാണ് മൂലൂർ S. പത്മനാഭ പണിക്കർ. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഇലവും തിട്ടയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യറാണ്. മറ്റു വസ്തുതകൾ. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാളാണ്. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം 1925. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങാണ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗത്തിൽ. ഗുരു ശ്രീനാരായണ ധർമ്മ സംഘം
സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു മഹാസമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയായിരുന്നു. ശ്രീനാരായണ ഗുരു മഹാസമാധിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 72 വയസ്സ്. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു 2009. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബർ 7. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്കുലർ പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂരിനാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം 1952. കൊല്ലം. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായത് ആർ ശങ്കറാണ് സ്ഥാപിച്ചത്. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രമാണ് മലയാള മനോരമ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. താങ്ക്